അപ്പോൾ അതിനായിട്ട് alightmotion ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് 4:5 റേഷ്യോയിൽ സെലക്ട് ചെയ്ത് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കി ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. അതിനുശേഷം പ്ലസ് സിമ്പിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടൈപ്പ് ചെയ്ത് ഒരു സംഭവം ടൈപ്പ് ചെയ്തിട്ട് കളറൊന്ന് മാറ്റുക വൈറ്റ് ആക്കിയിട്ട്. അതിന് ശേഷം അവിടെ സെർച്ചിൽ പോയതിന് ശേഷം അവിടെ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പം ᴄᴏᴜᴜ എന്നാണ് അതിൻ്റെ പേര്. അതിനുശേഷം ആ ഒരു പോയിൻ്റ് ഒന്ന് PT ഉണ്ടല്ലോ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ലെറ്ററിൻ്റെ ആ ഒരു ഇതിൽ ഞെക്കിയതിന് ശേഷം അവിടെ സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയർ ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കിയിട്ട് നമ്മുടെ സ്ക്രീന് ബ്ലാങ്ക് ആക്കുക. അതിനുശേഷം സൈഡിലുള്ള ആ ഒരു ഡയഗണലായ സാധനത്തിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നടുക്കൊരു സാധനം വരും. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. അതിനുശേഷം കറക്റ്റ് ഇങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ടെക്സ്റ്റിന് കുറച്ച് എഫക്റ്റും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ആ ഒരു ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോയതിന് ശേഷം സെർച്ച് പോയിട്ട് നിങ്ങൾ സ്വിങ്ങെന്നോ ഓസിലേറ്റോ, ഞാനിപ്പോൾ സ്വിങ് ആണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനുശേഷം സ്വിങ്ങിൽ നിങ്ങൾ ഫ്രീക്വൻസി ഇവിടെ കാണുന്ന പോലെ ഒന്ന് ചെയ്യുക കേട്ടോ. ഫ്രീക്വൻസി നിങ്ങൾ സ്വിങ്ങിൽ 0.64 ഇടുക. ആംഗിൾ 1 നിങ്ങൾ -8.09 ഇടുക. ആംഗിൾ 2 8.9 പ്ലസ് ഇടുക. അപ്പം ആംഗിൾ 1 നെഗറ്റീവ് നമ്പറും ആംഗിൾ 2 പോസിറ്റീവ് നമ്പറും കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം അതൊന്ന് ബാക്ക് അടിക്കുക. ഓക്കെ, എന്നിട്ട് എഫക്റ്റിൽ ഒന്നുകൂടെ പോയതിന് ശേഷം ആഡ് എഫക്റ്റ് പോയതിന് ശേഷം ഓസിലേറ്റ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ആംഗിൾ 91 കൊടുക്കുക, 91.8 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുശേഷം ഫ്രീക്വൻസി 0.95 കൊടുക്കുക. മാഗ്നിറ്റ്യൂഡ് നിങ്ങൾക്ക് കാണാമല്ലോ, മാഗ്നിറ്റ്യൂഡ് 25 മാറ്റിയതിന് ശേഷം 19 കൊടുക്കാനായിട്ട് ശ്രമിക്കുക. 19-20 ആ ഒരു റേഞ്ചിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആംഗിൾ 91.8ഉം ഫ്രീക്വൻസി 0.95ഉം മാഗ്നിറ്റ്യൂഡ് 19ഉം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് പിന്നെ ഏത് ഇഷ്ടമുള്ള അളവ് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പം ഓസിലേറ്റും അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുക. ഓക്കെ, അടുത്തത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു ഇതിൽ പിടിച്ചതിന് ശേഷം അത് കണ്ടോ കൃത്യമായിട്ട് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇതേപോലത്തെ വേറെ കുറച്ച് എഫക്റ്റും കൂടി ആഡ് ചെയ്യാം. നമ്മൾ റൈറ്റിലും തമ്മിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് പുതിയൊരു ലെയർ കൊണ്ടുവരിക. അതിനുശേഷം റെക്റ്റാങ്കിൾ എടുക്കുക, ഫിൽ സ്ക്രീൻ കൊടുക്കുക. അപ്പം ഏത് കളറായാലും കുഴപ്പമില്ല കേട്ടോ, കളർ ഇമ്പോർട്ടൻ്റ് അല്ല. അതിനുശേഷം സൈഡിലുള്ള കണ്ണിൽ ഒന്ന് പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കാണാതാവും കേട്ടോ. അതിനുശേഷം എഫക്റ്റ് പോവുക, ആഡ് എഫക്റ്റ് പോവുക കേട്ടോ. എഫക്ട്സിൽ നേരെ ആഡ് എഫക്റ്റ് പോവുക. അതിനുശേഷം ഞാൻ പറയുന്ന എഫക്റ്റ് ഒന്ന് ആഡ് ചെയ്യുക. നിങ്ങൾ സെർച്ച് പോയതിന് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടെ എഫക്റ്റ് പോയതിന് ശേഷം റേസ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു എഫക്റ്റ് കിട്ടും. റേ എന്ന് പറയുന്നത് റേസ് കണ്ടോ. അതിനുശേഷം അതും ജസ്റ്റ് ഒന്ന് പ്ലസ് സിമ്പിൾ വെക്കുക. എന്നിട്ട് ആ റേസിലാണ് നമുക്ക് കുറച്ച് എഫക്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ച് ചെയ്യാനുള്ള. അതുകൊണ്ട് ആ റേസിൽ പിടിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ലെങ്ത്ത് നിങ്ങൾ 1.71 കൊടുക്കുക കേട്ടോ. 1.71 ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴത്ത് ഇൻറ്റൻസിറ്റി നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കുക. ഞാനിപ്പോൾ 1.25 2 കൊടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ആണ് അതിൻ്റെ ആ ഒരു ഇത് എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. അതിനുശേഷം ത്രെഷോൾഡ് 0.16 കൊടുക്കുക. അപ്പോൾ ത്രെഷോൾഡ് വേണമെങ്കിൽ 0.00 ഇടുക. ഇൻറ്റൻസിറ്റി 1.34 ഇടാം. ലെങ്ത്ത് 1.70 ഇടാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് 100 ആക്കിയിട്ട് അവിടെയുള്ള കളർ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടോ സെറ്റായിട്ട് കിട്ടും. അപ്പം നിങ്ങൾ ആ ഒരു കണ്ണ് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കിയാൽ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് സോന്ന് കണ്ടല്ലോ, അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ലൈറ്റ് വരുന്നു കണ്ടോ. അതിൽ ഇൻറ്റൻസിറ്റി കൂട്ടി അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് കൂടും. ലെങ്ത്ത് ഒന്ന് കൂട്ടി കൊടുത്താൽ ലെങ്ത്തും കൂടുന്നതായിരിക്കും കേട്ടോ. ഇനി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് നടുക്കോട്ട് വരുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടുകയും സൈഡിലോട്ട് വരുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്താൽ മതി.
ഇനി ആ ഒരു ടെക്സ്റ്റിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു സ്വിങ്ങും ഓസിലേറ്റിൻ്റെയും എഫക്റ്റ് കൂട്ടിയിട്ട് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ അത് എഫക്റ്റ് കൂടുന്നതും ചെരിഞ്ഞു പോകുന്നതുമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത് ഇതെങ്ങനെയാണ് ഒരു വീഡിയോ പോലെ ആക്കാനാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെയുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു ടെക്സ്റ്റ് അറ്റത്തുള്ള ആ ഒരു ലെങ്ത് കുറച്ച് കൂട്ടിയതിന് ശേഷം ആ ഒരു സെക്കൻഡ് ലെയർ കണ്ടോ അതിൽ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ആ ഒരു സെക്കൻഡ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെക്സ്റ്റിൽ പോയതിന് ശേഷം നെക്സ്റ്റ് ടെക്സ്റ്റ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ആ ഒരു ഡയലോഗിൻ്റെ ബീറ്റ് സെറ്റ് ആക്കാനായിട്ട് ഇറ്റ്സ് ലൈക്ക് ഡ്രഗ്സ് എന്നുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് എന്താണോ അത് മാത്രം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ കണ്ടല്ലോ അത് ജസ്റ്റ് നിങ്ങൾ ഏറ്റവും അറ്റത്തോട്ട് നീക്കുക. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ഒരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടല്ലോ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ആവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഒന്നുകൂടെ അത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് ഒന്നുകൂടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് അടിക്കുകയാണ് ഫുൾ വീഡിയോ കിട്ടാനായിട്ട്. ഇനി നിങ്ങൾ മുകളിലുള്ള എക്സ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെറ്റിങ്സിൻ്റെ അപ്പുറത്ത് എക്സ്പോർട്ട് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും കാര്യങ്ങളും കൊടുക്കാനാണ്. അതിനുശേഷം എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു കുറച്ച് നേരം എക്സ്പോർട്ടിൻ്റെ ടൈം എടുക്കും, ഞാനത് ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ ഒരു വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്യൂട്ടോറിയലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക, ഒരു ഷെയറും കൂടി ചെയ്തത്. കാരണം ഇനി എനിക്ക് ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ.